നമസ്കാരം. ഇപ്പം വളരെയധികം ചർച്ചകൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. E20 പെട്രോളിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, പല വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് GST സ്ലാബിൻ്റെ വ്യത്യാസം കാര്യങ്ങളൊക്കെ. ഇപ്പോൾ E20യുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഞാൻ ഒരുപാട് ആളുകളോട് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുടെ ഡാറ്റാസ് അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പറഞ്ഞിട്ടുള്ളത്, പേഴ്സണലി സംസാരിച്ച് കൂട്ടത്തിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ രാവിലെ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് കൂടുതലും സ്കൂട്ടറുകൾ, ബൈക്കുകളിലൊക്കെയാണ് ഈ ഇഷ്യൂസ് കൂടുതൽ കാണുന്നത്. വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കോൾ സ്റ്റാർട്ടൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അത് മാത്രമല്ല, ചോക്കൊക്കെ ഉപയോഗിച്ചിട്ട് 1.5 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോഴാണ് വാഹനങ്ങളൊന്ന് സ്റ്റേബിൾ ആകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വാഹനത്തിന് പ്രശ്നം ഇല്ല, ഈ ഫ്യൂലിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ ഒരു ഫ്യൂൽ പമ്പിൽ പോകുന്ന സമയത്ത് നിങ്ങൾ വാഹനത്തിൽ ഫ്യൂൽ അടിക്കുമ്പോൾ ഇത് E20 ഫ്യൂലാണോ എന്ന് പ്രത്യേകം ചോദിക്കുക. 91 ഒക്ടേൻ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂൽ എനിക്ക് തരിക. അത്തരം 1-2 വാചകം പറയാനായിട്ട് നമുക്ക് വലിയ ചിലവൊന്നുമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഫ്യൂൽ പമ്പിൽ കയറിയിട്ട് ജസ്റ്റ് 2 ലിറ്റർ പെട്രോൾ അല്ലെങ്കിൽ 500 രൂപയ്ക്ക് പെട്രോൾ എന്ന് പറഞ്ഞിട്ട് ഫോണിൽ നോക്കിയിരിക്കുന്നത്, പെട്രോൾ അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും അവർ തിരക്കില്ല. നമ്മുടെ കാര്യം നമ്മൾ വൃത്തിയായിട്ട് പറയണം. ഇത് E20 പെട്രോൾ ആണോ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ E20 ആണെന്നുണ്ടെങ്കിൽ വേണ്ട, എനിക്ക് 91 ഒക്ടേൻ കോമ്പാക്റ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് എൻ്റെത്, അപ്പോൾ അതുകൊണ്ട് അത് അടിക്കാൻ പറയുക. അത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ആ ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ പെട്രോൾ അടിക്കുന്ന സമയത്ത്, ടോപ്പിക്കിൽ നിന്ന് വഴുതി മാറുന്നതല്ല, പെട്രോൾ അടിക്കുന്ന സമയത്ത്, പെട്രോൾ ആയിക്കോട്ടെ ഡീസൽ ആയിക്കോട്ടെ, ഇതെല്ലാം അടിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഗേജ് നോക്കുക. നോസിൽ എടുക്കുന്ന സമയത്ത് 0 ആണെന്ന് നോക്കുക. പ്രധാനമായിട്ടും ഡെൻസിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഡീസലിൻ്റെ കാര്യം പറയട്ടെ. അപ്പോൾ ഡീസൽ ഉപയോഗിക്കുന്ന ആളുകൾ വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേറെ ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂ ആയിട്ട് നിങ്ങളങ്ങ് എൻജോയ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. അത് DPFൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വന്ന് ഒരു വാഹനം എടുത്താൽ ഒരു തലവേദന എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നൊരു ഫേസ് അങ്ങനെയാണ്. കസ്റ്റമേഴ്സിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം എന്താണോ നമുക്ക് ലഭിക്കുന്നത് അതാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ ബേയുടെ മറ്റു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അഭിപ്രായത്തിന് ഒരുപാട് വിലയുണ്ട്. കാരണം നമ്മളൊരു ടേബിളിൻ്റെ ചുറ്റും ഇരുന്ന് പരസ്പരം സംസാരിക്കുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വരുമ്പോഴത്തേക്കും എൻ്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ എനിക്കത് കറക്റ്റ് ചെയ്യാനും കഴിയും. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് GST ടാക്സിൻ്റെ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതായത് മാരുതി സുസുക്കി ഈ ടാക്സിൻ്റെ ബെനിഫിറ്റ് നേടാനുള്ള ഒരു ഈസി വേ അവർ കുറേ മുമ്പ് തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചതാണ്. കാരണം ടൊയോട്ടയുമായിട്ട് കൊളാബ് ചെയ്തതിന് ശേഷം ടൊയോട്ട തന്നെ ഇത്തരത്തിലൊരു ബെനിഫിറ്റ് നേടാനായിട്ട് ഒരു ഹൈബ്രിഡ് വാഹനം അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് എഞ്ചിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. പിന്നീട് അത് വളരെയധികം കോസ്റ്റ് കൂടുതലാണ് എന്നുള്ളൊരു കാരണത്താൽ അത് മാറ്റിവെക്കുകയും പിന്നെ മാരുതി സുസുക്കി എന്ന് പറഞ്ഞാലും യഥാർത്ഥ സുസുക്കിയാണ്. അപ്പോൾ സുസുക്കി തന്നെ അതിന് മുമ്പോട്ട് വരികയും അവർ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി, അങ്ങനെ ഒരു ടെക്നോളജിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഫ്രോങ്സ് വരുന്നുണ്ട്, സ്വിഫ്റ്റ് വരുന്നുണ്ട്, ബ്രസ വരുന്നുണ്ട്. അത് മാത്രമല്ല വാഗണാർ വന്നേക്കാം, ഉറപ്പില്ല. എന്നാൽ പോലും ഫ്രോങ്സും ബ്രസ, ബലീനോ, വിട്ടുപോയൊരു പേരാണ് ബലീനോ. അപ്പോൾ ഇത്തരം വാഹനങ്ങളൊക്കെ തീർച്ചയായിട്ടും സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരും. അതിൽ ആദ്യം വരുന്നത് സ്വിഫ്റ്റും അത് മാത്രമല്ല ഫ്രോങ്സും ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു ടെക്നോളജി എന്ന് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞതാണ്. എന്നാൽ പോലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് സാധാരണഗതിയിൽ ഇലക്ട്രിക് കാർ എന്ന് പറയുന്നൊരു നിർവചനം, അതായത് മോട്ടോർ വാഹന നിയമപ്രകാരം ഒരു ഇലക്ട്രിക് വാഹനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബാറ്ററിയിൽ നിന്നും ചാർജ് ഉപയോഗിച്ചിട്ട് ഒരു മോട്ടറിൻ്റെ സഹായത്താൽ വീലുകളെ ചലിപ്പിച്ചിട്ട് മുമ്പോട്ട് പോകുന്ന വാഹനങ്ങൾ, അത് അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് മാരുതി സുസുക്കി ഉപയോഗിക്കാൻ പോകുന്നത്. സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ പറയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ അവിടെ ഒരു എഞ്ചിനുണ്ട്. ആ എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞതാണ്. ഒരു എഞ്ചിനുണ്ട്. ആ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ആ എഞ്ചിനിലേക്ക് നമ്മൾ ഫ്യൂല് കൊടുക്കുന്നു. ആ ഫ്യൂൽ ഉപയോഗിച്ചിട്ട് ആ എഞ്ചിൻ വർക്ക് ചെയ്യുന്നു. അവിടെ ഒരു മെക്കാനിക്കൽ എനർജി ഫോം ചെയ്യുന്നു. അതായത് എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ ഒരു എനർജി ഫോം ചെയ്യുന്നു. അതാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ആ എനർജിയെ അതിനെ ഇലക്ട്രിക് എനർജിയാക്കി മാറ്റിയിട്ട് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ എഞ്ചിൻ്റെ റോൾ എന്ന് പറയുന്നത് ഒരു ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ആ എനർജി ഇലക്ട്രിക് എനർജിയായിട്ട് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നു. ബാറ്ററിയിൽ നിന്ന് ഈ എനർജി നമ്മുടെ മോട്ടറിലേക്ക് പോകുന്നു. മോട്ടർ നമ്മുടെ വീലുകളെ ചലിപ്പിക്കുന്നു. ഇതാണ് വളരെ സിമ്പിൾ ലോജിക്ക്. അപ്പോൾ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിയമം പറയുന്നത് എന്താണ്? ഒരു മോട്ടർ, ഇലക്ട്രിക് എനർജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു മോട്ടർ വീലുകളെ ചലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം വാഹനങ്ങളെ ഇലക്ട്രിക് വാഹനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനമായിട്ട് കാണാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ Z12E എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിൻ വെറുതെ അല്ല മാരുതി സുസുക്കി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവരുടെ വിശ്വവിഖ്യാതമായിട്ടുള്ള
കെ സീരീസ് K12N എന്നൊക്കെ പറയുന്ന എഞ്ചിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ ഒരു 3 സിലിണ്ടർ എഞ്ചിൻ ഇപ്പോൾ നമ്മൾ ഡിസയറിലും അത് മാത്രമല്ല സ്വിഫ്റ്റിലൊക്കെ കാണുന്ന 3 സിലിണ്ടർ എഞ്ചിനെ കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ അതിനൊരു ജനറേറ്ററാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 5% GST. അതായത് നിലവിലിപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 5% GST. ആ GST സ്ലാബിലേക്ക് ഈ വാഹനങ്ങൾ കയറുകയും ഈ വാഹനങ്ങൾക്ക് വില കുറയുകയും ചെയ്യും. പക്ഷേ ടാറ്റ ശക്തമായിട്ട് ഇതിനെ എതിർത്തിട്ടുണ്ട്. ടാറ്റ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ എഞ്ചിൻ ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എഞ്ചിൻ്റെ കോമ്പണൻസ് അല്ലെങ്കിൽ എഞ്ചിനൊരു പാർട്ടായിട്ട് ഇരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു വാഹനത്തെ ഇലക്ട്രിക് വാഹനമായിട്ട് കരുതാൻ കഴിയില്ല. പക്ഷേ മാരുതി പറയുന്നത് ഇത്തരത്തിൽ നിങ്ങളുടെ നിയമത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത്, അതായത് ഒരു ഇലക്ട്രിക് എനർജി ഉപയോഗിച്ച് ഒരു മോട്ടോർ വർക്ക് ചെയ്യുന്നു, ആ മോട്ടറാണ് വീലുകളെ ചലിപ്പിക്കുന്നതെങ്കിൽ അതിനെ ഇലക്ട്രിക് കാറായിട്ട് നമുക്ക് കണക്കൂട്ടാം. അപ്പം നമുക്ക് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി പറയുമ്പോഴത്തേക്കും നമുക്ക് പാരലൽ ഹൈബ്രിഡ് ടെക്നോളജിയെക്കുറിച്ചും പറയണം. പാരലൽ ഹൈബ്രിഡ് ടെക്നോളജിയിൽ ഇലക്ട്രിക് മോട്ടറും അവൈലബിൾ ആണ്, അത് മാത്രമല്ല എഞ്ചിനും അവൈലബിൾ ആണ്. പക്ഷേ എഞ്ചിനും വീലുകളെ ചലിപ്പിക്കും എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പക്ഷേ ഇവിടെ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയാണ്. ഇവിടെ വാഹനത്തിൻ്റെ വീലുകളെ ചലിപ്പിക്കുന്നത് മോട്ടറാണ്. മോട്ടറിന് പവർ ലഭിക്കുന്നത് ബാറ്ററിയിൽ നിന്നാണ്. ബാറ്ററിക്ക് പവർ കൊടുക്കാൻ വേണ്ടി ജനറേറ്റർ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ടാറ്റയെ പോലുള്ള വാഹന നിർമ്മാതാക്കൾ, എക്സ്പെഷ്യലി ടാറ്റയൊക്കെ പറയുന്നത് അവിടെ ഒരു എഞ്ചിനുണ്ട്, അതുകൊണ്ട് ഇതിനെ ഈ ഒരു സ്ലാബിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും മാരുതി സുസുക്കി അതുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അവരുടെ ഫ്രോങ്സ്, അത് മാത്രമല്ല സ്വിഫ്റ്റ്, ബലീനോ ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഈ ഒരു കാറ്റഗറിയിലേക്ക് വരും. അത്തരം വാഹനങ്ങൾക്കാണ് 40 കിലോമീറ്റർ മൈലേജുള്ള വാഹനങ്ങൾ വരാൻ പോകുന്നു. ബ്രസയൊക്കെ ആ ഒരു കാറ്റഗറിയിലേക്ക് വരാൻ പോകുന്ന വാഹനങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഒരുപാട് വാർത്തകൾ സമൂഹത്തിലുണ്ട്, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുണ്ട്. E27 പെട്രോളിൻ്റെ കാര്യം തീർച്ചയായിട്ടും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം അത് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന GSTയുടെ സ്ലാബിൻ്റെ കാര്യം തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ നമുക്കതിന് ഉറപ്പിക്കാനും കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുമോ ഇല്ലയോ ഒന്നും പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ചെറു കാറുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സർക്കാർ എന്തെങ്കിലും ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ E20 പെട്രോൾ, E27 എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും വാഹനത്തിൻ്റെ എഞ്ചിന് അത് ഗുണകരമല്ല. ഇപ്പം നമ്മൾ പലരോടും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഹോണ്ട ഒരു 10 വർഷം മുമ്പേ E10 വാഹനങ്ങളൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവർ ഗ്ലോബലി വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഒരു മാനുഫാക്ചറാണ്. അവരുടെ പല വാഹനങ്ങളും ബ്രസീൽ, US വിൽക്കുന്നതാണ്. ഇവിടെയൊക്കെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. നമ്മൾ പഴയ വീഡിയോസിൽ പറഞ്ഞതാണ്. അവിടെ E20 വേണോ E10 വേണോ ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. E20ക്കൊക്കെ അവിടെ സബ്സിഡി ഉണ്ട്. ഇപ്പം നമ്മൾ ഗൾഫിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൾഫ് സ്പെസിഫിക് ആയിട്ടുള്ള വാഹനങ്ങളുണ്ട്. അതിൻ്റെ റേഡിയേറ്ററൊക്കെ ഡിഫറൻ്റ് ആണ്, അല്ലെങ്കിൽ AC കംപ്രസറൊക്കെ ഡിഫറൻ്റ് ആണ്. അമേരിക്കൻ സ്പെക് വാഹനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി കണ്ടും വാങ്ങണം. ഇപ്പം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഹോണ്ടയ്ക്ക് അത് ചെയ്യാമെങ്കിൽ ഇവിടുത്തെ മാനുഫാക്ചേഴ്സിന് മുൻകൂട്ടി കണ്ട് ചെയ്യാമായിരുന്നല്ലോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, ഹോണ്ട ഓൾറെഡി അവരുടെ കയ്യിൽ ഈ E10 കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങളുണ്ടായിരുന്നു. അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ടെക്നോളജി ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല പഴയ വാഹനങ്ങൾക്ക് ഒരു കിറ്റ്, മാരുതി സുസുക്കി ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്. ആ ഒരു കിറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നാണ് ഇപ്പോൾ പറയുന്നത്. കിറ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതല്ല, അത്തരത്തിലൊരു കിറ്റ് കൊണ്ടുവരും. ആ കിറ്റ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ E20 കോമ്പാക്റ്റബിൾ ആകും എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം അത് പ്രായോഗികമായിട്ട് സക്സസ്ഫുൾ ആകും എന്ന് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. മഹീന്ദ്രയെ പോലുള്ള ഒരുപാട് നല്ല മാനുഫാക്ചേഴ്സൊക്കെ ഇലക്ട്രിക്കിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ജുഡീഷ്യസ് ആയിട്ട് ഇത്തരത്തിലുള്ള ഓട്ടോമൊബൈൽ ഫീൽഡിലെ വാർത്തകളൊക്കെ ശ്രദ്ധാപൂർവ്വം കേട്ടതിന് ശേഷം മാത്രം ഇനി ഒരു വാഹനം എടുക്കുക. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും ഈ ഒരു വിഷയം തന്നെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഡീസൽ എടുക്കുന്ന ആളുകൾ വരെ ചോദിച്ചു ഐസോബ്യൂട്ടനോൾ ഡീസൽ മിക്സ് ചെയ്ത് വരുമോ എന്നുള്ളത്. അത് സാധ്യതയുണ്ട്. ഇപ്പോൾ അവർക്ക് DPF ഇഷ്യൂ ഉണ്ട്. അതുമായിട്ട് അവരങ്ങോട്ട് സന്തോഷമായിട്ടിരിക്കട്ടെ എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും പെട്രോളിൻ്റെ കേസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ വീണ്ടും ഈ അഡിക്റ്റീവ്സ് ഒക്കെ ആഡ് ചെയ്ത് വരും തീർച്ചയാണ്. അപ്പോൾ നല്ല നല്ല കോണ്ടന്റുകളൊക്കെ വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.